പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങളുടെ നാട്ടിൽ ചൂടൊക്കെ ഉണ്ടോ? ഇവിടെ ചൂടാണ്, നല്ല പുഴുങ്ങാണ് ഇവിടെ ഇരുന്നിട്ട്. നിങ്ങൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിലെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് കരുതുന്നു. പകലൊക്കെ നന്നായിട്ട് അധ്വാനിക്കാൻ, വൈകിട്ട് ശാന്തമായിട്ട് ഈശോയുടെ അടുത്തിരിക്കാനും വചനമൊക്കെ കേട്ട് കിടന്നുറങ്ങാനും ഒക്കെ സാധിക്കും. നമുക്ക് നന്ദി പറയാം. അല്പം ചൂടൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പകലൊക്കെ ഇറങ്ങി നടക്കുമ്പോഴെല്ലാം നമ്മുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആത്മാവിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. നന്നായിട്ട് കെയർ ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു വചനമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്കും അറിയാവുന്ന വചനമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടത്തുന്ന സമയത്തൊക്കെ മിക്കവാറും മറന്നു പോകാതെ പറയുന്ന വചനങ്ങളൊന്നാണിത്. പഴയ നിയമത്തിൽ സെഫാനിയ പ്രവാചന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സെഫാനിയ 3:14-18 നല്ലൊരു കുഞ്ഞെഴുത്താണ്. അങ്ങനെ നമുക്കൊരു ഭയങ്കര എനർജി തരുന്ന, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഒരു വചനമാണ്. നിങ്ങളൊന്ന് എടുത്ത് വായിക്കണേ. സമയമെടുത്ത് പതുക്കെ പതുക്കെ വായിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കിടന്നുറങ്ങണം. ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. അവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു അഭിഷേകം നിറയട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേൾക്കുക. ഒപ്പം തന്നെ അവരുടെ ഉള്ള ആ സ്നേഹം ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി സ്നേഹത്തോടെ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സഫാനിയ 3:14 മുതൽ 18 വരെ വചനം ഇങ്ങനെയാണ്: സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. ഇത് കേൾക്കുമ്പോൾ ബോയ്സ്, ചേട്ടന്മാര് ഇത് ചേച്ചിമാരോട് പറഞ്ഞേക്കുന്നതാണല്ലോ, പെൺപിള്ളേരോട് പറഞ്ഞേക്കുന്നതാണല്ലോ. നോ, ജെറുസലേം നിങ്ങൾക്കറിയാലോ, ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് എപ്പോഴും ബൈബിളിൽ നമ്മൾ കാണിക്കുന്നത്, ഈ സ്ഥലത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് പുത്രി എന്നൊക്കെ വിളിക്കുന്നത്. ബൈബിളിലെ മിക്ക സ്ഥലങ്ങളിലും ബാക്കിയെല്ലാം പുത്ര എന്നാണ് വിളിക്കുന്നത്. ഇവിടെയൊക്കെ ഉള്ളു റയറായിട്ട് പുത്രിയെ വിളിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന മക്കൾക്കെല്ലാം, ദൈവമക്കൾക്കെല്ലാം ജനറലി അനുഗ്രഹമായി തീരുന്ന വചനാണ്. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. ഈശോ പറയാണ്, ബി ഹാപ്പി. ഈശോയെ, നിനക്കങ്ങനെ പലതും പറയാം എന്നൊന്നും തിരിച്ചു പറഞ്ഞേക്കല്ലേ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. ഒരു ദിവസം കഴിഞ്ഞു, രാത്രി കിടന്നുറങ്ങാണ്, പകൽ കുറേ സങ്കടമൊക്കെ ഉണ്ടായി, നാളെ വലിയ മുട്ടക്കാട്ടം പണികളൊക്കെ വരുമായിരിക്കും. നമ്മുടെ മുമ്പിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒറ്റ ഓപ്ഷൻ ഈശോ തന്നിട്ടുള്ളൂ: സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും ഈ ദിവസം പൂർത്തിയായില്ലേ, ഇന്ന് രാത്രി കിടന്നുറങ്ങൂലേ, നാളെ എഴുന്നേക്കൂലേ, ഡോണ്ട് വറി, കർത്താവ് നോക്കിക്കോളും എന്നൊരു ബോധ്യം നമുക്ക് തരികയാണ്. സന്തോഷമായിട്ടിരിക്കുക. എളുപ്പമല്ല, പക്ഷെ ഈശോ പറയുന്നത് കൊണ്ട് ഈശോ അത് സഹായിക്കുകയും കൂടെ ചെയ്യും. അടുത്ത വചനം വായിച്ചേ, 15-ാം വാക്യം: നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഈ സങ്കടങ്ങളെയും ഈ പ്രതിസന്ധികളെയൊക്കെ കർത്താവിനോട് കൂടെ നീ നിന്നാൽ കർത്താവ് അത് ചിതറിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. ബോധ്യത്തോടെ അത് ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരോട് അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. 16-ാം വാക്യം: ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. ഒന്ന് പോസ് ചെയ്യ്, ഇത് കേട്ടെ. സിയോനെ ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, നിന്റെ കരങ്ങൾ ദുർബലമാവാതിരിക്കട്ടെ. സിയോനെ എന്ന് ജനറലി വിളിച്ച ഇപ്പൊ ഈ ടോക്ക് കേൾക്കുന്ന ഈശോയുടെ കുഞ്ഞിനോട് ഈശോയ്ക്കും പറയാനുള്ളതാണ്: ധൈര്യമായിട്ടിരിക്കുക. സന്തോഷിച്ചിരുന്നാൽ മാത്രം പോരാ, ധൈര്യമായിട്ടിരിക്കുക. നിനക്കെതിരെയുള്ള വിധി പിൻവലിച്ചിരിക്കുന്നതിൻ്റെ സങ്കടത്തിൻ്റെ ആ ഒരു ദിവസം ഇന്ന് പൂർത്തിയാക്കി ഇപ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കുക. ദേ കർത്താവ് നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, നിന്റെ കരം ദുർബലമാവാതിരിക്കട്ടെ, ക്ഷീണിച്ച് പോകരുതെന്ന് കർത്താവ് പറയാണ്. ബിലീവ് ഇറ്റ്. അടുത്ത വചനം കേട്ടെ, 17-ാം വാക്യം: നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. എന്തെങ്കിലുമൊക്കെ ടെൻഷനിലൂടെ ഇന്ന് കടന്നു പോവുകയാണെങ്കിൽ, കൂടെ ആരും ഇല്ലെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, തോറ്റുപോകുന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഈ വചന ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. സെഫാനിയ 3:17: നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഹീസ് വിത്ത് യു. അത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. 18-ാം വാക്യം: നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. നീ സന്തോഷിക്കാൻ മാത്രമല്ല ഈശോ പറയണേ, നിന്നെ ഓർത്ത് ഈശോ സന്തോഷിക്കും. അങ്ങനത്തെ നല്ല പരിപാടികളൊക്കെ വേണം നമ്മൾ ചെയ്യാൻ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ഒരു ദിവസം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഈ ഒരു ഡേ റിവ്യൂ എടുക്കണം, ഒരു ഡെയിലി ഓഡിറ്റിങ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഓർക്കണം, ഈശോ ഇന്ന് എന്നെ ഓർത്ത് സന്തോഷിക്കുമായിരിക്കോ, അതോ ഈശോ ഇങ്ങനെ പിന്നെയും കച്ചമന്തോട്ടത്തിൽ ഇരിക്കുമായിരിക്കും എന്നെ ഓർത്തിട്ട് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ഒരു ദിവസം മച്ചൻ ഇങ്ങനെയാണ്, അവിടുന്ന് നിന്നെ ഓർത്ത് ആഹ്ലാദിക്കുമെന്ന്. ഇന്ന് ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പഠിത്തം, ജോലി, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഫ്രീ ടൈം, ഞാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഓർത്ത് ഈശോ സന്തോഷിക്കുമായിരിക്കുമോ? ഒത്തിരി സങ്കടങ്ങൾ ഈശോയ്ക്ക് ഇന്ന് കൊടുത്തോന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഒരു ദിവസം നമുക്കുണ്ട്. നാളെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോ എന്നെ ഓർത്ത് ആഹ്ലാദിക്കുമെന്നൊരു തീരുമാനം എടുത്ത് നാളെ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുക. വചനോടെ വായിച്ച് അവസാനിപ്പിക്കാം. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേക്കേണ്ടി വരില്ല. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട മക്കള്, ഈശോയുടെ കുഞ്ഞുങ്ങൾ, ഇത് ഈശോയുടെ പുത്രന്മാരും പുത്രിമാരും ഇത് കേട്ട്
പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കടന്നുറക്കുക. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരില്ല. നിന്നെ കർത്താവ് സഹായിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞു കൊടുക്കണം. അവർക്കും ഈ ഒരു കുഞ്ഞു ടോക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവരിലേക്കും കർത്താവിൻ്റെ വചനം ഇറങ്ങട്ടെ. നമ്മൾ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി മാറട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കൂടി ഈ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.